നമസ്കാരം. സി പി എമ്മിനെ പച്ചയ്ക്ക് തെറി പറഞ്ഞു CPI. പിണറായിയെ ഞങ്ങൾക്ക് പേടിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ LDF-നുള്ളിൽ പിണറായി വിജയനെതിരെ തുടക്കത്തിൽ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഇപ്പോൾ അതല്ല സ്ഥിതി. പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയാണ് CPM മുന്നോട്ട് പോകുന്നത്. പാർട്ടി ഘടകങ്ങളിൽ പിണറായിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളും അവർ റദ്ദ് ചെയ്തു കഴിഞ്ഞു. പിണറായി വിജയനെ പേടിച്ച് CPM നേതൃത്വം ഒളിച്ചുവെക്കുവാൻ ശ്രമിച്ച കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പച്ചയായിട്ട് തുറന്നടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുമുന്നണി നേരിട്ട വൻ തോൽവിക്ക് പ്രധാന കാരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് എന്ന് CPI ഔദ്യോഗികമായിട്ട് വിലയിരുത്തി. സർക്കാരിന്റെ ശൈലിക്കും ജനവിരുദ്ധ നടപടികൾക്കുമെതിരെ പൊതുസമൂഹത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായി എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഇൻസൈഡ് റിപ്പോർട്ട് വരുന്നത്. പിണറായിയുടെയും സർക്കാരിന്റെയും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ശൈലിയുമാണ് വോട്ടർമാരെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയത് എന്നുള്ള കടുത്ത വിമർശനം കൂടി പാർട്ടി ഉന്നയിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ നടപടികളോട് ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു എന്നും ഇത് തോൽവിയിൽ മുഖ്യ പങ്ക് വഹിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂനപക്ഷ ഏകീകരണം, സംഘടനാ വീഴ്ച, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച എന്നിവയൊക്കെ തോൽവിക്ക് കാരണമായതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താഴെത്തട്ടിലെ ചർച്ചകൾ വിലയിരുത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് റിപ്പോർട്ട് അന്തിമമാക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പരസ്യ പ്രതികരണം നടത്തിയ മുതിർന്ന നേതാവ് KR ചന്ദ്രമോഹനെ താക്കീത് ചെയ്യുവാനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായി. ചന്ദ്രമോഹനെ ശാസിക്കാനാണ് ധാരണ. മറ്റന്നാൾ ചേരുന്ന CPI സംസ്ഥാന കൗൺസിൽ അന്തിമ തീരുമാനമെടുക്കും. ഭരണത്തിലെ പാളിച്ചകൾ എണ്ണിപ്പറഞ്ഞാണ് CPI രംഗത്ത്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ സർക്കാർ ഇടപെടാതിരുന്നുവെന്നതും പെൻഷൻ കുടിശ്ശികയും സപ്ലൈകോയിലെ വിലക്കയറ്റവും ജനങ്ങളെ കടുത്ത അമർഷത്തിലേക്ക് നയിച്ചുവെന്നും CPI ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ മുന്നണിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ പാളിച്ചകളും തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും CPI വിലയിരുത്തുകയാണ്. ജനങ്ങൾക്ക് സ്വീകാര്യരല്ലാത്തവരെയും പലയിടത്തും ജനവികാരത്തിന് വിരുദ്ധമായിട്ടുമൊക്കെ സ്ഥാനാർത്ഥികളാക്കിയവരാണ് ഈ തിരിച്ചടിക്ക് കാരണക്കാർ. അതേസമയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും CPM സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും വീഴ്ച പറ്റിയെന്നും സംഘടനാ റിപ്പോർട്ട് വരുന്നു. പയ്യന്നൂരിൽ പാർട്ടിക്കകത്തെ വിഭാഗീയത തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ഇത് പാർട്ടി വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നും ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തവരുടെ പേരുകൾക്ക് അനുമതി നൽകിയ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും വീഴ്ച പറ്റി. പയ്യന്നൂരിലെ പരാജയത്തിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുകയാണ്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും, ആലപ്പുഴയിൽ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും UDF ബാനറിൽ മത്സരിച്ചത് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചാരവേല ശക്തിപ്പെടുവാൻ ഇടയാക്കി എന്നുകൂടി പറയുന്നുണ്ട്. UDF CPM-നെതിരെ അടിസ്ഥാനരഹിത പ്രചാരണങ്ങൾ നടത്തിയെന്നും വർഗീയ ശക്തികളോട് മൃദു സമീപനം സ്വീകരിച്ചുവെന്നും ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ കാരണമായോ എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുവാൻ വിവിധ ഘടകങ്ങളിൽ നടന്ന ചർച്ചയുടെ സ്വഭാവത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടിക്കെതിരെ ബോധപൂർവം രൂപപ്പെടുത്തിയ വിമർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതേപോലെ തന്നെ അവതരിപ്പിക്കുവാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പരിശ്രമിച്ചത് എന്നുള്ളത്. പഴയ വിഭാഗീയത അവശിഷ്ടങ്ങൾ മനസ്സിൽ വെച്ച് ചർച്ചയിൽ പങ്കെടുത്ത ചിലരുണ്ട് എന്ന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ ജനങ്ങളെ മുന്നണിയിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ അകറ്റാനിടയാക്കി എന്നുള്ള റിപ്പോർട്ട് അത് വളരെ കൃത്യമാണ് എന്ന് വിലയിരുത്തപ്പെടുകയാണ് CPM. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ കൃത്യമായി മനസ്സിലാക്കുവാൻ CPIക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ CPM-നെ ഭയമില്ല, പിണറായിയെ ഭയമില്ല, CPM-നെ പച്ചയ്ക്ക് തെറി പറയുവാൻ CPIക്ക് ഒരു മടിയുമില്ല എന്നുള്ള രീതിയിൽ അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്താൻ ഇനിയെങ്കിലും CPM തയ്യാറാകണമെന്നാണ് CPI പറഞ്ഞത്.